ബാഹ്യലോകത്തെക്കുറിച്ച് ധാരണ നൽകുന്ന പ്രധാനപ്പെട്ട ഇന്ദ്രിയമാണ് കണ്ണ്. തലയോടിലെ മുൻഭാഗത്തുള്ള നേത്രകോടരം എന്നറിയപ്പെടുന്ന കുഴികളിലാണ് കണ്ണ് സ്ഥിതി ചെയ്യുന്നത്. കോർണിയ ഒഴികെ കൺപോളകൾ ഉൾപ്പെടെയുള്ള കണ്ണിൻ്റെ മുൻഭാഗത്തെ പൊതിഞ്ഞു കാണുന്ന സ്ഥലമാണ് നേത്രാവരണം. കണ്ണിനെ സംരക്ഷിക്കുക, ഈർപ്പമുള്ളതും വഴുവഴുപ്പുള്ളതുമാക്കുക, പൊടി, രോഗാണുക്കൾ, മറ്റു പദാർത്ഥങ്ങൾ എന്നിവ കണ്ണിലേക്ക് കടക്കുന്ന തടയുക എന്നിവയാണ് നേത്രാവരണത്തിൻ്റെ ധർമ്മങ്ങൾ. കണ്ണുനീർ ഗ്രന്ഥികൾ. കണ്ണുനീർ ഉൽപ്പാദിപ്പിക്കുന്നത് കൺപോളകൾക്കുള്ളിൽ മുകളിലായി കാണപ്പെടുന്ന കണ്ണുനീർ ഗ്രന്ഥികളാണ്. കണ്ണുനീർ കണ്ണിൻ്റെ ഉപരിതലത്തെ ഈർപ്പമുള്ളതാക്കുന്നതിനും പോഷകങ്ങൾ നൽകുന്നതിനും മാലിന്യങ്ങൾ പുറന്തള്ളുന്നതിനും അത്യാവശ്യമാണ്. അണുബാധകളിൽ നിന്ന് സംരക്ഷിക്കാൻ സഹായിക്കുന്ന ലൈസോസൈം എന്ന എൻസൈമുകൾ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. കണ്ണിൻ്റെ ഘടന: അറകൾ, അക്വസ് അറ, വിട്രിയസ് അറ, ദൃഢപടലം, രക്തപടലം, ദൃഷ്ടിപടലം, പീതബിന്ദു, അന്തബിന്ദു, കോർണിയ, ഐറിസ്, പ്യൂപ്പിൾ, ലെൻസ്, സീലിയറി പേശി. കണ്ണിലെ പാളികൾ: ദൃഢപടലം, രക്തപടലം, ദൃഷ്ടിപടലം. ദൃഢപടലം ബാഹ്യപാളി കണ്ണിന് ഉറപ്പും സംരക്ഷണവും നൽകുന്നു. അനുബന്ധ ഭാഗം കോർണിയ. കോർണിയ കണ്ണിൻ്റെ സുതാര്യമായ മുൻഭാഗം, പ്രകാശത്തെ കണ്ണിലേക്ക് പ്രവേശിപ്പിക്കുന്നു. രക്തപടലം മധ്യപാളി. ആന്തരപാളിയായ ദൃഷ്ടിപടലത്തിന് പോഷകവും ഓക്സിജനും നൽകുന്നതിനോടൊപ്പം ഊഷ്മാവ് ക്രമീകരിക്കുന്നു. അനുബന്ധ ഭാഗങ്ങൾ സീലിയറി പേശികൾ, ഐറിസ്, കോൺവെക്സ് ലെൻസ്. സീലിയറി പേശികൾ ലെൻസിൻ്റെ വക്രത വ്യത്യാസപ്പെടുത്തുന്നു. ഐറിസ് പ്രകാശ തീവ്രതക്കനുസരിച്ച് ഐറിസിലെ 2 തരം പേശികൾ പ്യൂപ്പിളിൻ്റെ വലുപ്പം ക്രമീകരിക്കുന്നു, പ്രകാശത്തിൻ്റെ അളവ് നിയന്ത്രിക്കുന്നു. ഐറിസിൽ മെലാനിൻ എന്ന വർണ്ണവസ്തു അടങ്ങിയിരിക്കുന്നു. മെലാനിൻ ഐറിസിന് നിറം നൽകുന്നതോടൊപ്പം അൾട്രാവയലറ്റ് കിരണങ്ങളെ ആഗിരണം ചെയ്യുന്നു. കോൺവെക്സ് ലെൻസ് വസ്തുവിൻ്റെ ചെറുതും യഥാർത്ഥവും തലകീഴായതുമായ പ്രതിബിംബത്തെ റെറ്റിനയിൽ രൂപപ്പെടുത്തുന്നു. ദൃഷ്ടിപടലം റെറ്റിന. ആന്തരപാളി പ്രകാശഗ്രാഹി കോശങ്ങളെ വഹിക്കുന്നു, പ്രതിബിംബം രൂപപ്പെടുന്നു. അനുബന്ധ ഭാഗങ്ങൾ പ്രകാശഗ്രാഹികളുടെ പാളി, ബൈപോളാർ കോശപാളി, ഗാംഗ്ലിയോൺ കോശപാളി. പ്രകാശഗ്രാഹി കോശങ്ങളായ റോഡ് കോശങ്ങൾ വസ്തുക്കളെ ഇരുണ്ട വെളിച്ചത്തിലും കറുപ്പിലും വെളുപ്പിലും തിരിച്ചറിയുന്നു. കോൺ കോശങ്ങൾ തീവ്രപ്രകാശത്തിലെ കാഴ്ചയും വർണ്ണക്കാഴ്ചയും നൽകുന്നു. ബൈപോളാർ കോശപാളി പ്രകാശഗ്രാഹികളിൽ നിന്ന് ഗാംഗ്ലിയോൺ കോശങ്ങളിലേക്ക് സന്ദേശങ്ങളെ കൈമാറുന്നു. ഗാംഗ്ലിയോൺ കോശപാളി നേത്രനാഡിയിലേക്ക് ബൈപോളാർ കോശപാളിയിൽ നിന്ന് സന്ദേശങ്ങളെ കൈമാറുന്നു. കണ്ണിലെ അറകളും ദ്രവങ്ങളും. കണ്ണിന് 2 അറകളാണുള്ളത്. കോർണിയയ്ക്കും ലെൻസിനും ഇടയ്ക്കുള്ള അറയാണ് അക്വസ് അറ. ജലസദൃശമായ അക്വസ് ദ്രവമാണ് ഇവിടെയുള്ളത്. ഇത് ദ്രവം പോലെ രക്തത്തിൽ നിന്ന് ഊറിയിറങ്ങുകയും തിരിച്ച് രക്തത്തിലേക്ക് തന്നെ ആഗിരണം ചെയ്യപ്പെടുകയും ചെയ്യുന്നു. അക്വസ് അറയിലെ മർദ്ദം ക്രമീകരിക്കപ്പെടുന്നത് ഇങ്ങനെയാണ്. ലെൻസിനും കോർണിയയ്ക്കും പോഷകവും ഓക്സിജൻ ലഭിക്കുന്നത് ഈ ദ്രവത്തിൽ നിന്നാണ്. ലെൻസിനും റെറ്റിനയ്ക്കും ഇടയിലെ അറയാണ് വിട്രിയസ് അറ. ഇവിടെയുള്ള ജെല്ലി പോലെയുള്ള സുതാര്യമായ വിട്രിയസ് ദ്രവം നേത്രഗോളത്തിൻ്റെ ആകൃതി നിലനിർത്തുന്നു. പ്യൂപ്പിളിലെ പേശി പ്രവർത്തനം. പ്യൂപ്പിളിൻ്റെ വലുപ്പം നിയന്ത്രിക്കുന്നത് ഐറിസിലെ റേഡിയൽ പേശികളും വലയപേശികളുമാണ്. മങ്ങിയ വെളിച്ചത്തിൽ വസ്തുക്കളെ വ്യക്തമായി കാണാനും തീവ്രപ്രകാശത്തിൽ റെറ്റിനയ്ക്ക് കേടുപാട് വരാതിരിക്കാനുമാണ് പ്യൂപ്പിളിൻ്റെ വലുപ്പം നിയന്ത്രിക്കേണ്ടി വരുന്നത്. തീവ്രപ്രകാശം വലയപേശികൾ സങ്കോചിക്കുന്നു. സാധാരണ പ്രകാശം മങ്ങിയ പ്രകാശം റേഡിയൽ പേശികൾ സങ്കോചിക്കുന്നു. ലെൻസ്. ലെൻസിന് പ്രധാനപ്പെട്ട 3 ഭാഗങ്ങളുണ്ട്. ഇലാസ്റ്റിക സ്വഭാവമുള്ള ക്യാപ്സ്യൂൾ എന്ന ഉറ, അതിനുള്ളിൽ ലെൻസ് നാരുകൾ, ലെൻസ് നാരുകൾക്കും ക്യാപ്സ്യൂളിനും ഇടയിൽ മുൻഭാഗത്ത് മാത്രം കാണപ്പെടുന്ന എപ്പിത്തീലിയം എന്നിവയാണവ. ലെൻസിൻ്റെ മുഖ്യ നിർമ്മാണ ഘടകം ക്രിസ്റ്റലീൻ എന്ന പ്രോട്ടീനാണ്. അക്വസ് ദ്രവത്തിൽ നിന്നാണ് ലെൻസ് പോഷകങ്ങൾ സ്വീകരിക്കുന്നത്. അടുത്തും അകലെയുമുള്ള വസ്തുക്കളുടെ പ്രതിബിംബം റെറ്റിനിൽ കൃത്യമായി പതിപ്പിക്കുന്ന കണ്ണിൻ്റെ കഴിവിനെ പവർ ഓഫ് അക്കോമഡേഷൻ എന്ന് വിളിക്കുന്നു. ലെൻസിൻ്റെ വക്രതയിൽ സീലിയറി പേശികളുടെ പ്രവർത്തന ഫലമായി വ്യത്യാസം വരുത്തിയാണ് ഇത് സാധ്യമാകുന്നത്. നേത്ര ലെൻസും ലിഗമെൻറ്റുകളും. സീലിയറി പേശി, ലിഗമെൻറ്റുകൾ, കോർണിയ, ലെൻസ്. ലെൻസിൻ്റെ വക്രതയിലുണ്ടാകുന്ന മാറ്റം. അകലെയുള്ള വസ്തു നോക്കുമ്പോൾ ലിഗമെൻറ്റുകൾ വലിഞ്ഞിരിക്കുന്നു, വക്രത കുറയുന്നു. അടുത്തുള്ള വസ്തു നോക്കുമ്പോൾ ലെൻസിൻ്റെ വക്രത കൂടുന്നു. ദൃഷ്ടിപടലം റെറ്റിന. കണ്ണിലെ ഏറ്റവും അകത്തുള്ള പാളിയാണ് ദൃഷ്ടിപടലം. ഇതിലാണ് പ്രകാശഗ്രാഹി കോശങ്ങളായ റോഡ് കോശങ്ങളും കോൺ കോശങ്ങളും. റോഡ് കോശങ്ങൾക്ക് സിലിണ്ടർ ആകൃതിയും കോൺ കോശങ്ങൾക്ക് കോൺ ആകൃതിയുമാണുള്ളത്. റോഡ് കോശങ്ങളുടെ വർണ്ണകം റോഡോപ്സിനും കോൺ കോശങ്ങളുടെ വർണ്ണകം ഫോട്ടോപ്സിനുമാണ്. 2 വർണ്ണകങ്ങളും ഓപ്സിൻ എന്ന പ്രോട്ടീനും വിറ്റാമിൻ എയിൽ നിന്ന് രൂപപ്പെടുന്ന റെറ്റിനാലും ചേർന്നാണ് ഉണ്ടാകുന്നത്.
റോഡോപ്സിനിലും ഫോട്ടോപ്സിനുകളിലും ഉള്ള റെറ്റിനാലിൻ്റെ രാസഘടന വ്യത്യസ്തമാണ്. പ്രകാശഗ്രാഹികളിൽ നിന്ന് മസ്തിഷ്കത്തിലേക്ക്. ഇരുട്ടിൽ പ്രകാശഗ്രാഹികൾ തുടർച്ചയായി ഗ്ലൂട്ടാമേറ്റിനെ ഉൽപ്പാദിപ്പിക്കുന്നു. ഓൺ ബൈപോളർ കോശങ്ങൾ പ്രവർത്തനരഹിതമാകുകയും ഓഫ് ബൈപോളർ കോശങ്ങൾ ഉത്തേജിപ്പിക്കപ്പെടുകയും ചെയ്യുന്നു. ഓഫ് ബൈപോളർ കോശങ്ങൾ പ്രകാശത്തിൻ്റെ അഭാവത്തെ സൂചിപ്പിക്കുന്ന അവയവങ്ങളെ രൂപപ്പെടുത്തുന്നു. ഇവ നേത്രനാഡി വഴി മസ്തിഷ്കത്തിലെത്തി ഇരുട്ടാണെന്ന ബോധമുണ്ടാക്കുന്നു. പ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ പ്രകാശഗ്രാഹികൾ ഗ്ലൂട്ടാമേറ്റിനെ ഉൽപ്പാദിപ്പിക്കുന്നില്ല. ഓൺ ബൈപോളർ കോശങ്ങൾ സജീവമാകുകയും ഓഫ് ബൈപോളർ കോശങ്ങൾ പ്രവർത്തനരഹിതമാകുകയും ചെയ്യുന്നു. ഓൺ ബൈപോളർ കോശങ്ങൾ പ്രകാശത്തിൻ്റെ സാന്നിധ്യത്തെ സൂചിപ്പിക്കുന്ന അവയവങ്ങൾ രൂപപ്പെടുത്തുന്നു. ഇവ നേത്രനാഡി വഴി മസ്തിഷ്കത്തിലെത്തി കാഴ്ച എന്ന അനുഭവം ഉണ്ടാക്കുന്നു. വർണ്ണക്കാഴ്ച. റെറ്റിനയിൽ പ്രാഥമിക വർണ്ണങ്ങളെ തിരിച്ചറിയാനായി 3 തരം കോൺകോശങ്ങളുണ്ട്. എസ് കോണുകൾ ഹ്രസ്വ തരംഗദൈർഘ്യത്തിലും നീല വെളിച്ചം, എം കോണുകൾ ഇടത്തരം തരംഗദൈർഘ്യത്തിലും പച്ച വെളിച്ചം, എൽ കോണുകൾ ദീർഘ തരംഗദൈർഘ്യത്തിലും ചുവന്ന വെളിച്ചം നന്നായി സംവേദനത്വം കാണിക്കുന്നു. പ്രകാശത്തിൻ്റെ തീവ്രതയും തരംഗദൈർഘ്യത്തെയും ആശ്രയിച്ച് വർണ്ണപ്രകാശം പതിക്കുമ്പോൾ 3 ഇനം കോൺകോശങ്ങളും പല അനുപാതത്തിൽ ഉദ്ദീപിക്കപ്പെടുന്നതിനാണ് വർണ്ണക്കാഴ്ച സാധ്യമാകുന്നത്. ചുവപ്പ്, പച്ച കോണുകൾ ഒരുമിച്ച് ഉദ്ദീപിക്കപ്പെടുമ്പോൾ മഞ്ഞ നിറത്തെക്കുറിച്ച് ധാരണ ലഭിക്കുന്നു. 3 തരം കോണുകളുടെയും ഉത്തേജനം വെളുത്ത പ്രകാശത്തെ അനുഭവവേദ്യമാക്കുന്നു. നേത്രരോഗങ്ങൾ വൈകല്യങ്ങളും. ഹ്രസ്വദൃഷ്ടി, ദീർഘദൃഷ്ടി, അസ്റ്റിഗ്മാറ്റിസം, തിമിരം, ഗ്ലോക്കോമ, ചെങ്കണ്ണ്, ഡയബറ്റിക് റെറ്റിനോപ്പതി, നിശാന്തത, സിറോഫ്താൽമിയ. Thank you for watching. Please share and subscribe. For notes, WhatsApp 9961549081.